ഈ കാലില്ലേ ജോസ്, ഈ കാല് ഇത്തിരി ഫ്രണ്ടിലേക്ക്. അതായത് അവളിങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ അവളുടെ വെയിലിൽ ആതിര ആൻഡ് പീറ്റർ എന്നുണ്ടല്ലോ, ആതിര ലവ് പീറ്റർ. അപ്പൊ ആ സാധനം കാണുന്ന പോലെ ഒരു ബാക്ക് ഷോട്ട്. ഓവർ എക്സ്പ്രഷൻ ഇല്ല, അത് സ്ഥായി ഭാവമാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഭാവമാണ്. ആ വീട്ടിലെ ഭാഗ്യമാണ്. ഞാൻ എല്ലാവരും പറയാറുണ്ട്, ഉത്തമയായ ഒരു ഭാര്യയെ കിട്ടിയതിൽ അവൻ അഭിമാനിക്കും. പീറ്റർ ജന്മങ്ങളുടെ തപസ്സിന്റെ ഫലം. അതെ, ജന്മങ്ങളുടെ തപസ്സിന്റെ ഫലമാണ് ഞാൻ. പോരെ, അല്ലേ അവൻ കല്യാണം മുടക്കും. കല്യാണം കഴിച്ചിട്ട് വരാം. കല്യാണം കഴിച്ച് പിന്നെ വെടിക്ക് ഞാൻ വരില്ല, ഇതിലേലും പോകും. അമ്മേ, ഞാനത് മനസ്സിലാവോ? When you're in the fire, I'll get you home. Oh, get you home. Never leave you alone. And കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു കല്യാണം കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഇന്നലെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഇനിയിപ്പോ എനിക്ക് ഡ്രീം ഇല്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം, അടുത്ത ഡ്രീം ഇനി ഞാൻ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. നേരത്തെ സത്യം അറിഞ്ഞില്ല. കല്യാണം വിളിച്ച ട്ടോ. ആതിരേനെ പരിചയപ്പെട്ട് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് ആതിരയുടെ നാടിനോടുള്ള കുടുംബക്കാരോടുള്ള സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും വളരെ മൈൽഡായിട്ടാണ് പെരുമാറുന്ന രീതിയൊക്കെ അവിടെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് അട്രാക്ഷൻ ഉണ്ടാക്കിയത്. ഇത് കഴിഞ്ഞ് കരിമേൻ പ്രയോഗമുണ്ട് അമ്മൻ്റെ വക. എല്ലാവരും പറഞ്ഞ കരിമേൻ അവള് ഭയങ്കര സഹജീവി സ്നേഹം. അത് വളരെ കൃത്യമായിട്ട് പറയാം. ക്ലാസ്സിലൊക്കെ നമ്മൾ ലാബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവള് ചെയ്തില്ലെങ്കിലും ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്നിട്ട് അവള് എക്സാമിന് ലേറ്റ് ഒക്കെ ആവും. അപ്പൊ ഞങ്ങൾ ഒരു ചവിട്ടി കൂട്ടും, ജോസെ വേഗം വന്ന് അറിയിക്കുമെന്ന് പറഞ്ഞാലും എക്സാം if you get too
പീറ്റർ പെട്ടു. ഒക്കെ പീറ്ററിന്റെ യോഗം. ഭാഗ്യവാൻ പീറ്റർ ഭാഗ്യവാനാണ്. പീറ്റർ ഭാഗ്യമാണ്. ഞാൻ എല്ലാവരും പറയാറുണ്ട് ഉത്തമയായ ഒരു ഭാര്യയെ കിട്ടിയതിൽ അവൻ അഭിമാനിക്കും. പീറ്റർ ജന്മങ്ങളുടെ തപസ്സിന്റെ ഫലം. അതെ, ജന്മങ്ങളുടെ തപസ്സിന്റെ ഫലമാണ് ഞാൻ. പോരെ കല്യാണം മുടക്കും. അതെ.